ദിലീപ് കാവ്യ മാധവൻ മഞ്ജു വാര്യർ ജീവിതം സിനിമാ കഥ പോലെയാണ്. ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറച്ച ജീവിതമാണ് ഇന്നും ഇവരുടേത്. മഞ്ജുവുമായുള്ള വിവാഹ ബന്ധം വേർപെടുത്തിയ ദിലീപ് അധികം വൈകാതെ കാവ്യയെ ജീവിത സഖിയാക്കി. പിന്നീടുള്ള ജീവിതം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് സുന്ദരമായ ജീവിതം നയിക്കുകയാണ് ഇരുവരും. ഇപ്പോഴിതാ ഇവരുടെ വിവാഹം നടന്നത് ചില ദോഷ സമയത്തായിരുന്നു. ഇതിന്റെ പ്രതിഫലനമായിരുന്നു ദിലീപിന്റെ കാരാഗ്രഹവാസം എന്ന് പറയുകയാണ് കലിയുഗ ജ്യോതിഷി സന്തോഷ് നായർ. ഈ വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ വൈറലായി മാറിക്കഴിഞ്ഞു. ഏകദേശം 350ഓളം പ്രവചനങ്ങൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ 95% നടന്നിട്ടുണ്ട് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ജ്യോതിഷത്തെ കുറിച്ച് സംസാരിക്കുന്നത്. കാവ്യയും ദിലീപും വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു ജ്യോതിഷ വിദ്യാർത്ഥി ഇവരുടെ ഭാവി എന്താകും എന്നറിയാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു. ഞാൻ സ്വാഭാവികമായും നോക്കിയിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു, 2016 മുതൽ 2019 വരെയുള്ള കാലത്തിൽ രാഹുർ ദശയിൽ ജനിച്ച കാവ്യ മാധവനെ സംബന്ധിച്ചിടത്തോളം കണ്ടക ശനിയാണ്. അത് 7-ാം ഭാവത്തിലാണെന്ന്. 7-ാം ഭാവം എന്ന് പറഞ്ഞാൽ വിവാഹ ഭാവമാണ് നടക്കുന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏഴരാണ്ട ശനിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ കണ്ടക ശനിയും ഏഴരാണ്ട ശനിയും കൂടി ചേർന്ന് വിവാഹം കഴിച്ചാൽ അത് ഒട്ടും തന്നെ ശരിയാകില്ല. ഈ വിവാഹം ഇപ്പോൾ നടക്കാൻ പാടില്ല. കാവ്യയുടെ കണ്ടക ശനി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വിവാഹം പാടുള്ളൂ എന്ന് പ്രവചിച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ആ വിവാഹം ആ സമയത്ത് തന്നെ നടന്നു എന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. ആരുടെയോ നിർബന്ധത്തിന് വഴങ്ങി വിവാഹം നടന്നു എന്നാണ് അറിഞ്ഞത്. ഈ കണ്ടകശനിയും ഏഴരാണ്ട ശനിയും ഒത്തുനിൽക്കുമ്പോൾ ഈ വിവാഹം നടന്നാൽ അത് കാരാഗ്രഹവാസത്തിന് വരെ കാരണമാകുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ദിലീപ് ജയിലിൽ കിടന്നത്. ദിലീപ് എപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങും എന്നും താൻ പറഞ്ഞു എന്നും ആ പറഞ്ഞ സമയത്തിന് ശേഷമാണ് ജാമ്യം കിട്ടിയതെന്നും കലിയുഗ ജ്യോതിഷി പറയുന്നുണ്ട്. അത് മാത്രമല്ല, കാവ്യയ്ക്ക് ഇനി നല്ല സമയമാണ്. 45 വയസ്സ് വരെ ദശാകാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും മോശമായ സമയം എന്ന് പറയാൻ പറ്റില്ല. അതിനുശേഷം നല്ല കാലമാകും വരിക. പക്ഷെ ദിലീപിന്റെ സമയം അത്ര നല്ലതല്ല. എന്നാൽ ഇരുവരുടെയും രാശികൾ തമ്മിൽ വച്ച് നോക്കുമ്പോൾ തരക്കേടില്ലാതെ മുൻപോട്ട് പോകും. ഒരു 50-50 റേഞ്ചിലാണ് കാര്യങ്ങൾ പോവുക. ഇരുവരുടെയും ജാതകം വെച്ച് നോക്കുമ്പോൾ ജീവിതം അത്ര സന്തുഷ്ടകരമായിരിക്കില്ല. എടുത്തുചാടി പ്രയാസങ്ങൾ ഉണ്ടാക്കി വെക്കും. ജാതകത്തിന്റെ വിപരീത ദിശയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓരോ വ്യക്തികൾക്കും ജാതകത്തിലെ ഒരു വഴിയുണ്ട്. അതിലൂടെയാണ് പോകുന്നതെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇതിന് പുറകിൽ അവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നും അദ്ദേഹം പറയുന്നുണ്ട്.